കർത്താവിൻ്റെ ധന്യ തിരുനാമം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ പൊതു സഭായോഗ മധ്യേ വാഴ്ത്തപ്പെടട്ടെ. നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായതിൽ ഒത്തിരി സന്തോഷം. പാസ്റ്റർ പ്രിൻസ് പറഞ്ഞ പോലെ ഞങ്ങൾ ഈ സെക്ഷൻ്റെ ഭാഗമാണല്ലോ, ഈ സെക്ഷനിലെ പ്രവർത്തകരാണല്ലോ. ബഹുമാനപ്പെട്ട പാസ്റ്റർ പ്രിൻസ് അവറുകൾ നമ്മുടെ സെക്ഷൻ്റെ ആദരണീയനായ പ്രസ്ബിറ്റർ, സെക്ഷൻ സെക്രട്ടറി പാസ്റ്റർ KM ജോസഫ്, ട്രഷറർ പാസ്റ്റർ ഫിലിപ്പ് ജോൺ, കമ്മിറ്റി മെമ്പേഴ്സ് ബ്രദർ ജെയിംസ് ഊട്ടി, ബ്രദർ MA സാബു, ഇവിടെ നേരത്തെ പരാമർശിക്കപ്പെട്ടതുപോലെ സെക്ഷനെ അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ സജീവമായിട്ട് നയിച്ചു വരുന്നു. അവരുടെ പ്രത്യേക ഇനിഷ്യേറ്റീവിൽ മനോഹരമായിട്ടുള്ള ഈ കൺവെൻഷൻ ക്രമീകരണം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി. ഇന്ന് സഭാപന മീറ്റിംഗ് കൂടി ആണല്ലോ കൺവെൻഷനുള്ള ബന്ധത്തിൽ. ഇവിടെ TM മാത്യു പാസ്റ്റർ നേരത്തെ പറഞ്ഞതുപോലെ ഞാനോടത്ത് എന്തെങ്കിലും അനുമോദനം ഞാൻ പറയാം. അപ്പോൾ എല്ലാം പുള്ളി തീർത്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി എനിക്ക് ഞാനായിട്ടൊന്നും പറയാനില്ല. അതുകൊണ്ട് സെക്ഷൻ കമ്മിറ്റി ചില വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ശ്രദ്ധേയമായിട്ടുള്ള പല ശുശ്രൂഷകളുണ്ട്. എടുത്തു പറയേണ്ട പല സേവന മേഖലകളുണ്ട്. ഈ പുല്ലൂർ കൺവെൻഷൻ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് ഞാൻ എന്നും വിശ്വസിക്കുന്നു. ഇവിടെ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയക്കാരൻ പറഞ്ഞ പോലെ വർഷങ്ങളായി കൺവെൻഷൻ നടന്നു വന്ന ഈ ഗ്രൗണ്ടിൽ നമ്മുടെ ആവശ്യത്തിനും പ്രസ്ഥാനത്തിൻ്റെ വികാസവും കൂടെ പരിഗണിച്ച് പറഞ്ഞതിലേക്ക് കൺവെൻഷൻ മാറ്റേണ്ടി വന്നു. അനിവാര്യമായിരുന്നു. ഇവിടെ ആളുകൾ കൊള്ളുകയില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ആ കൺവെൻഷൻ എന്നുള്ള ഏർപ്പാട് നമ്മൾ എന്നേക്കുമായി നിർത്തേണ്ടി വന്ന ഒരു ഘട്ടത്തിലാവണം. ഇങ്ങനൊരു വലിയ താല്പര്യം സെക്ഷൻ കമ്മിറ്റിക്ക് ഉണ്ടായി. ആ കാര്യത്തിൽ ഞാൻ കമ്മിറ്റി എപ്പോഴും അഭിനന്ദിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ 3-4 വർഷമായിട്ട് മുടങ്ങാതെ ഈ പട്ടണമധ്യേ എനിക്ക് ഒന്ന് ഈ നഗരഹൃദയ ഭാഗത്ത് കർത്താവിനെ ഒരുമിച്ച് ഉയർത്താൻ ഇതുപോലെ മറ്റൊരു വേദി ഇല്ല. സ്റ്റേഡിയമൊക്കെ അങ്ങ് ദൂരെ കിടക്കുക. ഇതുപോലെ ഐഡിയലായ ഒരു പ്ലേസ് പുല്ലൂർ പട്ടണത്തിൽ വേറെ ഇല്ല കർത്താവിനെ സാക്ഷിക്കാൻ. അപ്പോൾ ആ പ്രസക്തി ഉള്ളതുകൊണ്ടാണ് ഈ കൺവെൻഷൻ്റെ തുടക്കവും തുടർച്ചയും ഒരു സന്തോഷമായിട്ട് മാറിയിട്ടുള്ളത്. ആ സന്തോഷം ഞാനിവിടെ പ്രത്യേകിച്ച് പങ്കുവെക്കുകയാണ്. കർത്താവിന് മഹത്വം. ബഹുമാനപ്പെട്ട പാസ്റ്റർമാർ പലരും നമ്മുടെ മധ്യത്തിൽ ഇന്ന് വിശേഷവിധിയായി പരാമർശിക്കേണ്ടവരുണ്ട്. സമയം വളരെ പരിമിതമാണ്. ഞാൻ പാസ്റ്റർ സമയമൊന്നും എന്നോട് പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഞാൻ സമയം പാലിക്കണം, അത്യാവശ്യമായിട്ട് സമയം പാലിക്കണം. അത് ഞാൻ ശ്രദ്ധയുള്ള ആളാണ്. നമ്മുടെ സീനിയർ മിനിസ്റ്റേഴ്സ് പാസ്റ്റർ മാത്യു സോളമൻ നമ്മുടെ മധ്യത്തിലുണ്ട്, പാസ്റ്റർ J. ജോൺ അവറുകൾ, അതുപോലെ കർത്താവിൻ്റെ ദാസൻ PC തോമസ് സാറ് നമ്മുടെ മധ്യേ മാസിയെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം എല്ലാ മീറ്റിങ്ങുകളിലും പരമാവധി സംബന്ധിച്ച് നമ്മെ ഉത്സാഹിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദാസനാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ എബ്രഹാം അവറുകൾ നമ്മുടെ പത്തനാപുരം സെക്ഷൻ്റെ കോർഡിനേറ്റർ. ആ സെക്ഷന് ഒരുപാട് ഉദവികളും സപ്പോർട്ടും ചെയ്യുന്ന ഒരാളാണ് പാസ്റ്റർ എബ്രഹാം. അദ്ദേഹം അദ്ദേഹം നമ്മുടെ സെക്ഷനും എന്തോ സഹായം ചെയ്യുന്നതാണ് പാസ്റ്റർ. വെരി ഗുഡ്. അപ്പോൾ നമ്മുടെ സെക്ഷൻ തന്നെ നിന്ന് അങ്ങനെ ഒരു സഹകരണം ഉണ്ടായിട്ടുണ്ട്. അതിലൊത്തിരി സന്തോഷം. കർത്താവിൻ്റെ ദാസന്മാർ, ബൈബിൾ കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പൽ പ്രിയ TS സാമ്പൽകുട്ടി സാർ നമ്മുടെ മധ്യത്തിലുണ്ട്. അവരൊക്കെ നമ്മുടെ ഭാഗമാണല്ലോ. നമ്മുടെ സെക്ഷനെ മുൻ പ്രസ്ബിറ്റർ ജോൺസൺ സാമുൽ സാറ് നമ്മോടൊപ്പം ഉണ്ട്. അങ്ങനെ എല്ലാവരും ഞങ്ങളുടെ പാസ്റ്റർ TG സാമുൽ ഇവിടെ ഉള്ളതിൽ ഒത്തിരി സന്തോഷം. ഞാനങ്ങനെ വളരെ വൈഡറായിട്ട് പേരുകൾ പറയുന്നില്ല, സമയം ലാഭിക്കാൻ വേണ്ടി. പാസ്റ്റർ സാമുലിന് എനിക്കൊന്നും അങ്ങനെ സാക്ഷി പറയാൻ സമയം കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം കാറ് തുറന്നടച്ചപ്പോൾ അതിനകത്ത് പോയി നല്ലൊരു പരിക്ക്, കൈവിരലിന് പൊട്ടൽ വരെ ഉണ്ട്. ഇച്ചിരി ഗൗരവമായിട്ടുള്ളൊരു പരിക്ക് ഉണ്ടായി. നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് തന്നെ വിടുവിക്കട്ടെ എന്ന് ഞാൻ ഓർക്കുകയാണ്. ഇന്ന് എനിക്കൊരു വിടുതലാണ്. ഇന്ന് സഭായോഗം നടത്തുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായേനെ. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. സ്തോത്രം. ഞാൻ ഗായക സംഘത്തെ പ്രത്യേകിച്ച് സല്യൂട്ട് ചെയ്യുന്നു. എല്ലാവരുടെയും പേരുകളൊന്നും അറിയത്തില്ലെങ്കിലും സുനിൽ നയിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനശുശ്രൂഷ, പ്രത്യേകിച്ച് പാസ്റ്റർ തഞ്ചാവൂർ വില്യംസിനെ ഞാൻ അനുമോദിക്കുന്നു. ഞാൻ പാസ്റ്റർ പ്രിൻസിനോട് പറയായിരുന്നു ഇന്നലെ തമാശയ്ക്ക്, പുള്ളിക്കൊരു സ്തോത്രകാഴ്ച ഇവർ നിശ്ചയമായിട്ട് കൊടുക്കുമല്ലോ.
കൊടുക്കുമ്പം പുള്ളിയോട് പറയണം പകുതി പാട്ടിന് പകുതി ഡാൻസിന്, അങ്ങനെ അങ്ങനെ പ്രത്യേകം പറഞ്ഞ് കൊടുത്താലാണ് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ എനിക്ക് അത്രയും ചാടാൻ മേലെങ്കിലും ഞാനും ചാടുന്ന ആളാണ്. അതുകൊണ്ട് ചാട്ടം മൊത്തത്തിൽ എനിക്കിഷ്ടമാണ്. ദൈവത്തെ ആരാധിക്കുമ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. ഞാൻ ഈ ദേവദാസനെ എത്രയോ കൊല്ലം മുമ്പ്, 10-25 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ കണ്ടു തുടങ്ങിയതാണ്. പ്രായം ഒത്തിരി തനിക്ക് സ്വാഭാവികമായിട്ട് കൂടിയിട്ടുണ്ടെങ്കിലും ചാട്ടത്തിന് കുറവില്ല. അതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകട്ടെ. അതൊരു നല്ല ചലഞ്ചാണ് നമുക്ക് എല്ലാവർക്കും. ഇവിടെ ചെറുപ്പക്കാർ പോലും അനങ്ങുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ പ്രായമുള്ളവരൊക്കെ നൃത്തം ചെയ്ത് കർത്താവിനെ ആരാധിക്കുന്ന പെന്തക്കോസ്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും വന്ദനം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമയബന്ധിതമായ ഒരു ചെറിയ സന്ദേശം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. 2 വേദഭാഗങ്ങളാണ് എനിക്ക് വായിക്കണം എന്ന് താല്പര്യമുള്ളത്. സഹോദരൻ നമ്മെ വായിച്ച് സഹായിക്കും. ഒന്ന് യോഹന്നാൻ 4:22 വാക്യം വായിച്ചാണ്. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. മതി, താങ്ക് യു. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വചനങ്ങൾ കൂടെ വായിക്കാം. റോമർ 12:1-2. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. മതി, താങ്ക് യു. ഫിലിപ്പാസ്, ഫീഡ്ബാക്ക് ആരാ അതിൻ്റെ കക്ഷി ഇവിടെ ഉണ്ടോ? മോനെ ഇച്ചിരി ഫീഡ്ബാക്ക്, തൊണ്ടയ്ക്ക് ഇച്ചിരി പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. ഓൾ റൈറ്റ്. എനിക്കിന്ന് സംസാരിക്കേണ്ട വിഷയം ആരാധന എന്ന വിഷയമാണ്. വളരെ ചുരുക്കമായി സംസാരിച്ച് ഞാൻ നിർത്തും. ആ വിഷയത്തിലെ പ്രധാനപ്പെട്ട 3 ദർശനങ്ങളാണ് എനിക്ക് ദൈവജനത്തോട് ഇന്ന് പറയാനുള്ളത്. ഈ 2 വേദഭാഗങ്ങൾ അതിനുവേണ്ടിയാണ് വായിച്ചത്. 2 വേദഭാഗങ്ങളെ ഒന്ന് സമന്വയിപ്പിച്ച് നമ്മുടെ ആരാധനയ്ക്ക് ചൈതന്യമാവുന്ന 3 കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് നിർത്താനാണ് എൻ്റെ താല്പര്യം. അതിങ്ങനെ ഞാൻ പറയും. 1, ആരാധന അർപ്പണമാണ്. 2, ആരാധന അനുഭവമാണ്. 3, ആരാധന ആത്മാവിലാണ്. കരമൂർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആരാധനയുടെ പരമപ്രധാനമായ 3 മർമ്മങ്ങൾ ഈ 2 വേദഭാഗത്ത് നാം വായിച്ചറിയുകയാണ്. കോണ്ടെക്സ്റ്റ് പറയാൻ സമയമെടുക്കാതെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്നാമത്തെ റോമാലേഖനത്തിലെ വചനം നമ്മോട് പറയുന്നു, ദൈവത്തെ ആരാധിക്കുവാണെങ്കിൽ അർപ്പിച്ച് ആരാധിക്കണം. ബുദ്ധിയുള്ള ആരാധന യൂസേജ് തന്നെ ഭാഷാപരമായിട്ട് സ്വല്പം പരിമിതി ഉള്ളതാണ്. റൈറ്റ് വർഷിപ്പ്, അക്സെപ്റ്റബിൾ വർഷിപ്പ്, പ്രോപ്പർ വർഷിപ്പ് എന്നൊക്കെയാണ് എൻ്റെ ശരിയായ തർജ്ജമ. ബുദ്ധിയായിട്ട് ബന്ധമില്ല, ശരിയായ ആരാധനയാണ് ദൈവത്തിന് ഇഷ്ടമായത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ ഇന്ന് പകലാണെങ്കിൽ നമ്മുടെ പ്രാദേശിക സഭകളിലാണെങ്കിലും ദൈവത്തെ ആരാധിക്കാൻ വന്നവർ പാസ്റ്റർക്ക് ഇഷ്ടപ്പെടുമോ, ജനത്തിന് ഇഷ്ടപ്പെടുമോ, കമ്മിറ്റിക്ക് ഇഷ്ടമാണോ നോക്കാതെ എൻ്റെ ദൈവത്തിന് ഇഷ്ടമാണോ നോക്കണം. കരമൂർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. അത് പാട്ടാകട്ടെ, പ്രസംഗമാകട്ടെ, ആരാധനയാകട്ടെ, നൃത്തനൃത്യങ്ങളാകട്ടെ, ആത്മീയത്തിന് ഏത് പ്രത്യക്ഷീകരണങ്ങളും മനുഷ്യനെ പ്രസാദിപ്പിക്കാനും നാട്ടാരെ ബോധിപ്പിക്കാനും അടിച്ചു പൊളിച്ചും ചെറുപ്പക്കാർ പറഞ്ഞു കേൾക്കാനുമല്ല. ഞാനും നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആരാധ്യനായ ദൈവം ഇന്ന് രാവിലെ എല്ലാവരും കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ശക്തമായി കരങ്ങളെ അടിച്ച് ശക്തമായി ദൈവത്തെ ആരാധിക്കുക. എൻ്റെ ദൈവത്തിന് ഇന്ന് രാവിലെ ആരാധനയിൽ മഹത്വം വേണം, അങ്ങേക്ക് ഇഷ്ടം വേണം, അങ്ങയുടെ നാമം ശുശ്രൂഷയിൽ മഹത്വപ്പെടുന്ന ആരാധനയാവണം ഞാൻ അർപ്പിക്കുന്ന ആരാധന. പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ച് നിങ്ങൾ ചിലരൊക്കെ അറിയുന്ന പോലെ എൻ്റെ അപ്പൻ ഏജിലെ പാസ്റ്റർ ആയിരുന്നല്ലോ, പാസ്റ്റർ KM ജോസഫ്. അസംബന്ധക്കോടിൽ ജനിച്ച് ഏജിയുടെ പാഴ്സനേജിൽ പിറന്ന് ഇമാതിരി ഒരു പെന്തക്കോസ്ത് പൈതൃകത്തിൽ വളർന്നു വന്ന് എനിക്ക് കുറച്ച് കുഴപ്പങ്ങളുണ്ടായിരുന്നു എന്ന് മാത്രം ഞാനങ്ങ് പറയുക. അപ്പനെ പേടിച്ച് പലതും ചെയ്യുമായിരുന്നെങ്കിലും കർത്താവുമായി വ്യക്തിപരമായ ഒരു ആരാധന ബന്ധമില്ലാതെ ഒരുമാതിരി ഒപ്പിച്ച് ആരാധിച്ചു പോയ എന്നെ കർത്താവ് തൊട്ട ശേഷമാണ് ഇപ്പം ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്. കുറേ വർഷമായി ദൈവം എന്നെ തൊട്ടു, നന്നായി തൊട്ടു. അപ്പം പിന്നെ ആരെയും നോക്കാതെ, ആരെയും കൂസാതെ, ആർക്കു വേണ്ടി കാത്തിരിക്കാതെ, മ്യൂസിക് ഇല്ലെങ്കിലും കീബോർഡ് ഇല്ലെങ്കിലും എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റും.
ഞാൻ കർത്താവിന്റെ ജനത്തോട് ഇന്ന് രാവിലെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, പെന്തക്കോസ്ത് ആരാധനയാണ്. ബാക്കി എന്തിനേക്കാൾ ആരാധിച്ചു മടങ്ങണം. എല്ലാവരും ദൈവമുമ്പാകെ വരുമ്പോഴോ പ്രാർത്ഥിച്ച് ആരംഭിക്കുമ്പോൾ മുതൽ ആശീർവാദം വരെ നാം ദൈവത്തെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ആരാധിച്ചു ബലപ്പെട്ട് മടങ്ങണം, ആരാധിച്ച് സൗഖ്യം പ്രാപിച്ച് മടങ്ങണം, ആരാധന മധ്യ വെളിപ്പാട് കണ്ടു മടങ്ങണം, ആരാധിക്കുമ്പോൾ ദൈവ സ്പർശനം അനുഭവിച്ചു മടങ്ങണം. ദുഃഖത്തോടെ, വേദനയോടെ, താപത്തോടെ, സങ്കടത്തോടെ, രോഗത്തോടെ കൈകാലിൽ ചലിപ്പിക്കാൻ ആവാതെ വന്നവര് ദൈവത്തെ ആരാധിക്കുമ്പോൾ അവർ ബലപ്പെട്ട് മടങ്ങും, അവർ ശക്തിപ്പെട്ട് മടങ്ങും, അവർ ജീവൻ പ്രാപിച്ചു മടങ്ങും, അവർ കൃപ പ്രാപിച്ചു നിശ്ചയമായി മടങ്ങും. ഞങ്ങൾ പാസ്റ്റർമാരെ കുറിച്ച് ജനത്തിന്റെ ഒരു ചിന്ത ആരാധിപ്പിക്കുന്നവരാണെന്നാണ്. കുറെ ശരിയാണ്, അതിനും കൂടെ ദൈവം ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. എങ്കിലും താഴ്മയോട് പറയുന്നു, ആരാധിക്കാത്ത ഉപദേശിക്ക് ആരാധിപ്പിക്കാൻ അവകാശമില്ല. ആമേ അതെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റേഴ്സ് സെമിനാർ തൃശ്ശൂരിൽ പറഞ്ഞു, സഭയിലെ നമ്പർ 1 ആരാധകര് പാസ്റ്ററും ഭാര്യയായിരിക്കണം. അല്ലാതെ കഞ്ഞി വെക്കാനും കറി വെക്കാനും വെള്ളം തിളപ്പിക്കാനും ഒക്കെ മാത്രമല്ല ദൈവദാസിയെ ദൈവം വിളിച്ചത്. കർത്താവിന്റെ ദാസനൊപ്പം നിന്ന് സഭ അനങ്ങിയില്ലെങ്കിലും, സഭ മിണ്ടിയില്ലെങ്കിലും, ഒരുത്തന്റെ ഒച്ച ഉയർന്നില്ലെങ്കിലും ദൈവദാസനും ദാസിയും പ്രാർത്ഥിച്ച് ആത്മാവിൽ ബലപ്പെട്ട് ദൂത് പ്രാപിച്ച് ശക്തിപ്പെട്ട് ദൈവത്തെ ജ്വലിച്ചാരാധിക്കുന്ന, അവൻ എല്ലാം മറന്ന് ആരാധിക്കുന്ന, സ്വർഗം കണ്ട് ആരാധിക്കുന്ന ഒരാരാധനയ്ക്ക് വേണ്ടിയാ ദൈവം നമ്മെ വിളിച്ചത്. അതാണ് പെന്തക്കോസ്ത്. ആരാധനയുടെ പ്രയോറിറ്റിയാണ് അർപ്പിച്ച് വേണം ദൈവത്തെ ആരാധിക്കാൻ. ന്യൂ ടെസ്റ്റ്മെന്റിൽ 6 അർപ്പണങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം എൻ്റെ കുറിപ്പിലുണ്ട്, ഇന്ന് രാവിലെ സംസാരിക്കുന്നില്ല. അർപ്പിച്ച് ദൈവത്തെ ആരാധിക്കാൻ പറ്റൂ, ചുമ്മാ വന്ന് മടങ്ങാൻ പറ്റത്തില്ല. വായിച്ച വേദഭാഗത്തിൽ ഓരോ അർപ്പണമുണ്ട്, വേറെ അർപ്പണങ്ങൾ മറ്റു വാക്യങ്ങളാണ്. നിങ്ങൾ വായിച്ചല്ലോ, എന്താണ് ഇവിടെ വായിക്കുന്നത്? ശരീരത്തെ വായിച്ചമനെ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ആമേൻ. വേറെ വാക്യങ്ങൾ വായിക്കാനുണ്ട്. 1 കൊരിന്ത്യർ 6-ാം വാക്യം ഞാൻ വായിപ്പിക്കുന്നില്ല. അവിടെ പറയുന്നു, കൊരിന്ത് പെശകാണ്, സംസ്കാരം നെഗറ്റീവാണ്. കൊരിന്ത്യനൈസേഷൻ എന്ന ഇംഗ്ലീഷിന് ദുസ്സൂചനയാണ് ഉള്ളത്. ലോകത്തിലെ തിന്മയുടെ മൂർധഭാവമായ കൊരിന്ത് സിറ്റിയിൽ ശരീരം കൊണ്ട് മ്ലേച്ഛമായ പല നടപടിയുണ്ട്. പക്ഷെ നിങ്ങൾ ദൈവസഭ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീർ. കരമുറത്ത് എല്ലാവരും ഉറക്കെ ദൈവത്തെ സ്തുതിച്ചാൽ, ശക്തമായി സ്തുതിച്ച് ആരാധിക്കട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ചില്ലറ പ്രസംഗമൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. ഇന്നലെ ഇച്ചിരി പ്രസംഗിച്ചിട്ടായി തൊണ്ട ഈ പരുവത്തിലായതെങ്കിലും ഇന്ന് രാവിലെ വിളിച്ചു പറയുന്നു, തൊണ്ടയ്ക്ക് അല്പമെങ്കിലും സൗഖ്യം ദൈവം തന്നിട്ടുള്ളവർ, ആധാരം ഇന്ന് രാത്രി ഈ പകൽ ചലിക്കുന്നവർ, നാവ് തുടിക്കുന്നവർ, ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളും പ്രവർത്തന ക്ഷമതയുള്ള ചെറുപ്പക്കാരെ, നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, ഊർജമുണ്ടെങ്കിൽ, ഉണ്മയുണ്ടെങ്കിൽ, അസ്തിത്വമുണ്ടെങ്കിൽ അത് നാളേക്ക് വേണ്ടി മാറ്റിവെക്കാനല്ല, ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. കരമടിച്ച് എല്ലാവരും ശക്തമായി കരങ്ങളെ തട്ടി എല്ലാവരും ദൈവത്തെ ഒന്ന് ശക്തമായി എല്ലാവരും കരമടിച്ച് കരങ്ങളെ അടിച്ച് ശക്തമായി മുഴുവൻ ബലം കൊടുത്ത്, മുഴുവൻ ശക്തി കൊടുത്ത്, മുഴുവൻ നിറവോടെ ഇന്ന് രാവിലെ എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ശക്തമായി ദൈവത്തെ ആരാധിക്കട്ടെ. ഉയിര് കൊടുത്ത്, ഉണ്മ കൊടുത്ത്, അസ്തിത്വം കൊടുത്ത് ഈ രാവിലെ എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. എബ്രായർ 10 സങ്കീർത്തനം 40 ചേർത്ത് വായിക്കേണ്ടതാണ്. എങ്കിലും അത് ഞാൻ വായിക്കാതെ സങ്കീർത്തനം 40 മശീകമായ ഒരു പ്രാവചനിക സൂക്തത്തെ എബ്രായ ലേഖന കർത്താവ് ആത്മാവിൽ നമുക്ക് വേണ്ടി എഴുതി വെച്ചു. ഈശോയെക്കുറിച്ച് പറയുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ സൂചന നമ്മെക്കുറിച്ചാണ്. ആ വചനം എങ്ങനെയാണ്? നീ ഒരു ശരീരം എനിക്ക് തന്നിരിക്കുന്നു. വിശ്വസിക്കാം എല്ലാവർക്കും. എൻ്റെ ശരീരത്തിൽ സൗന്ദര്യക്കുറവുണ്ട്, നിറക്കുറവുണ്ട്, ആരോഗ്യക്കുറവുണ്ട്, വേണ്ട പോലെ പണിയെടുക്കാൻ പറ്റുന്നില്ല. എല്ലാവരെയും പോലെ അല്ല ഞാൻ. ഇരിക്കാനും നടക്കാനും കയറാനും ഒക്കെ എനിക്ക് പരിമിതി ഉണ്ട്. പക്ഷെ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുക. ഈ ശരീരം അച്ഛനും അമ്മയും തന്നതല്ല, ഡോക്ടർ തന്നതല്ല. ഈ ശരീരം ദൈവം തന്നതാണ്. സാമ്പടി കാരമൂർത്തി ഉറക്കെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കട്ടെ. എൻ്റെ ശരീരം ദൈവം തന്നതാണ്. ദൈവം തന്ന ശരീരമാ. ഈ ശരീരം കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും.
ചെറുപ്പക്കാരെ ദൈവത്തെ ശക്തമായി സ്തുതിക്കണം. പാസ്റ്റർ ജെ ജോൺ കയറി വന്നപ്പം എനിക്ക് പിടിക്കണമെന്ന് തോന്നി, പക്ഷേ ആവശ്യമില്ല, അദ്ദേഹം മാനേജ് ചെയ്തു. പാസ്റ്റർ മാത്യു സോളമനും കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ന്യായമായിട്ടുള്ള പ്രായം കൊണ്ട്, അതൊന്നും അനാരോഗ്യമല്ല, പ്രായത്തിൻ്റെ ആവശ്യതയാണ്. അടുത്ത പോലെ എനിക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് തർക്കമുണ്ട്. ഇതെല്ലാം സംഭവിക്കും. അവിടെ ഞാൻ ചെറുപ്പക്കാരോട് ഈ രാത്രി പറയാം, പ്രിയരെ, ഞങ്ങൾ ഒരുപാട് കയറിയതാ മക്കളെ, ഒരുപാട് ഓടിയതാ. വണ്ടിയും കാളയില്ലാത്തപ്പം മൈലുകൾ ഈ കാലുകൊണ്ട് നടന്നതാ. ഞങ്ങൾ കൂട്ടവും യോഗവും മുടങ്ങാതെ പോയവരാ. ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയുന്നത്, ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കട്ടെ. യവനക്കാരാ, യുവതി, നിന്റെ ശരീരം കർത്താവിന് കൊടുക്കേ. നീ ജോലി ചെയ്ത് കൂലി മേടിച്ച് അവൻ വീട് പുലർത്തിയാൽ മാത്രം പോരാ, ഭാര്യ മക്കളെ മാത്രം നോക്കിയാൽ പോരാ. ജോലി ചെയ്യാൻ കരുത്ത് ദൈവം തരുന്നു, ജോലി ചെയ്യാൻ ആരോഗ്യം ദൈവം തരുന്നു. നന്ദി ഉണ്ടെങ്കിൽ ഈ ശരീരം കൊണ്ട് ഈ രാവിലെ എല്ലാവരും കൈകളെ ശക്തമായി ചേർത്തടിച്ച് ചേർത്തടിച്ച് എല്ലാവരും ദൈവത്തെ ആരാധിക്ക്. ശരീരം കൊണ്ട് ഈ രാവിലെ എല്ലാവരും ദൈവത്തെ ആരാധിക്ക്. ശക്തമായി കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ശക്തി കൊടുത്ത് അവൻ അഭിഷേകത്തോടെ ഈ രാവിലെ എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ആരോഗ്യം ദൈവം തരുന്നുകൊണ്ട് ആരോഗ്യം ദൈവത്തെ ആരാധിക്കട്ടെ. എനിക്ക് ഇന്നിപ്പോൾ തൊണ്ട ഇച്ചിരി ഭയെങ്കിൽ ഒരു പരാതിയില്ല. ഞാൻ 9-ാം തീയതി തെരഞ്ഞെടുപ്പിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ പോയതല്ലല്ലോ, തൊണ്ട അതിനു വേണ്ടി കളഞ്ഞല്ലോ. എൻ്റെ അഭിമാനം, എൻ്റെ തൊണ്ട പോകുന്നെങ്കിൽ അത് കർത്താവിന് വേണ്ടിയാണ്, വചനത്തിന് വേണ്ടിയാണ്. ഉലകത്തിൽ ഒരുവൻ്റെ കൊടിക്കൂറ പാറി പറപ്പിക്കാനോ ആർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാനോ, സഭയ്ക്ക് പുറത്തോ സഭയ്ക്കകത്തോ, നേരം കാണാത്ത ഞാൻ, മെനക്കെടാൻ മനസ്സില്ലാത്ത ഞാൻ, ഒരിക്കലും ചെയ്യില്ലാത്ത ഞാൻ ഈ രാവിലെ താഴ്മയോടെ പറയുന്നു, എനിക്ക് ദൈവം ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ 2 കാലിൽ നിൽക്കാൻ ഇന്ന് രാവിലെ കരുത്തുള്ളത് കൊണ്ട്, എൻ്റെ കരങ്ങൾ ചലിപ്പിക്കാൻ എനിക്ക് ബലമുള്ളത് കൊണ്ട് ഈ രാവിലെ ഞാൻ ദൈവത്തെ ആരാധിക്കും. എല്ലാവരും ആരാധിക്കാൻ ആരംഭിക്കട്ടെ. എല്ലാവരും ദൈവത്തെ ആരാധിക്കാൻ ആരംഭിക്കട്ടെ. ശക്തിയുള്ള എല്ലാവരും, കരുത്തുള്ള എല്ലാവരും, ബലമുള്ള എല്ലാവരും, ദൈവം കൃപ ചെയ്ത എല്ലാവരും ശരീരം കൊണ്ട് ഇന്ന് രാവിലെ എല്ലാവരും ദൈവത്തെ ആരാധിക്ക്. ശരീരം ചലിക്കട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ. ആരാധന മധ്യേ കെട്ടുകൾ പൊട്ടട്ടെ. ആരാധന മധ്യേ നിന്റെ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു പോകട്ടെ. ആരാധിച്ച് സൗഖ്യം പ്രാപിച്ച അനേക ഘട്ടങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രസംഗിക്കാനൊക്കെ നിൽക്കുമ്പോൾ തൊണ്ടയും പോയി, മൂക്കൊക്കെ ഒലിച്ച്, ജലദോഷം കൊണ്ട് ദൈവമേ ഇതെന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കരുണ കൊണ്ട് വചനം വായിച്ച് നിൽക്കുമ്പോൾ അതെല്ലാം കരിഞ്ഞു മാറും യേശുവിന്റെ നാമത്തിൽ. എല്ലാവരും വിശ്വസിക്കുക, അതെല്ലാം ഇല്ലാതാകും. നിന്റെ കൊച്ചസുഖം മുതൽ വലിയ കേസ് വരെ ശരീരം ചലിപ്പിക്കുമ്പോൾ, ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ എല്ലാ കെട്ടുകളും പൊട്ടും, എല്ലാ ബന്ധനങ്ങളും തകരും, എല്ലാ ഇല്ലായ്മകളും പരിഹരിക്കപ്പെടും, എല്ലാ കോശങ്ങളും വികസിക്കും, എല്ലാ ഞരമ്പുകളും ത്രസിക്കും, എല്ലാ ബ്ലഡ് സെല്ലുകളും ഓട്ടമുണ്ടാകും. ശരീരം കൊണ്ട് ഈ രാവിലെ ദൈവത്തെ ആരാധിച്ചോ. ശരീരം തന്നവനെ ശരീരം കൊടുത്താരാധി. ഞാൻ പറയാറുണ്ട്, പരിഹസിക്കാനും വിമർശിക്കാനുമല്ല. ഇപ്പൊ പാസ്റ്റർ പ്രിൻസ് അടക്കമുള്ള ലീഡേഴ്സ് ആകുമ്പോൾ ഞാൻ കണ്ട ഒരു ഗതികേട്, പിന്നെ ആരാധന കുറഞ്ഞുകൊണ്ടിരിക്കും. ജനം ആരാധിക്കണം, അവർ ആരാധിക്കത്തില്ല. അവരിടയ്ക്ക് കൈയൊന്ന് പൊക്കി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ വെറുതെ പറയല, കൃത്യമായി സംസാരിക്കുക. സീനിയോറിറ്റി കൂടുമ്പോൾ, പൊസിഷൻ കൂടുമ്പോൾ ആരാധിക്കാൻ വൈക്ലഭ്യമുള്ള ഒരുപാട് കക്ഷികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ആത്മാവിൽ പറയുന്നു, നിനക്ക് വർഷങ്ങളുടെ പഴക്കവും ശുശ്രൂഷയിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തും ദൈവം ഇടപെട്ട ഓർമ്മകളും കർത്താവ് സൗഖ്യമാക്കിയ അനുഭവങ്ങളും ഉണ്ടെങ്കിൽ അവരാ ദൈവത്തെ ആരാധിക്കണം. അവരാ ദൈവത്തെ അധികം ആരാധിക്കേണ്ടത്. കരമുർത്തി എല്ലാവരും ശക്തമായി ഒന്ന് ദൈവത്തെ ആരാധിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരം കൊടുക്കുമ്പോൾ അതിനുമേൽ ദൈവ സൗഖ്യം വ്യാപരിക്കും. ശരീരം സമർപ്പിക്കുമ്പോൾ രോഗത്തിന്റെ കെട്ടുകൾ പൊട്ടും. ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും മാറട്ടെ, എല്ലാ രോഗങ്ങളും മാറട്ടെ, എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ. ദൈവജനം ആത്മാവിൽ ബലപ്പെട്ട് സൗഖ്യം പ്രാപിച്ച് ഇന്ന് രാവിലെ ആരാധിച്ചു മടങ്ങട്ടെ.
പി സി മാസ്റ്റർ പറയുമായിരുന്നു, ആൾ മരിച്ചിട്ടില്ല. പി സി തോമസ് സാറ് എന്ത് ചെയ്യും സാറ്? 90-ന് മുകളിൽ ഇപ്പോൾ പ്രായം കാണും അല്ലേ പി സി മാസ്റ്റർ. ഇപ്പം ആൾക്കാർ പിടിച്ച് ഇറക്കിയ സെൻറ്ററിൽ നിന്ന് പോവുകയില്ല. പ്രായമായിട്ട് പക്ഷേ അതിന് മാറി നിൽക്കാം അങ്ങനെ. ഞാൻ 88-ാമത്തെ വയസ്സിൽ കൺവെൻഷൻ ചെല്ലുമ്പോൾ ഒരു വണ്ടിയിൽ പുള്ളി ഡ്രൈവ് ചെയ്ത് എന്നെ കൊണ്ടുപോയത്. അമ്മാതിരി ആത്മധൈര്യവും കൃപയുള്ള ആളാണ്, അഭിഷേകത്തിൽ തുടിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ബ്രദറെ ഒരു ദിവസം ഹാർട്ട് അറ്റാക്കൊക്കെ കൈയടിച്ചാൽ മാറും. ഞാൻ പിന്നെ ആരോടും പറഞ്ഞിട്ട് ഡോക്ടർമാർ വഴക്കുണ്ടാക്കും, പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എനിക്ക് ഏതാണ്ട് വിശ്വാസമുണ്ട് ഈ പമ്പിങ്ങാണ് പ്രധാനമേ. ചുമ്മാ ഒതുക്കി കഴിക്കൊണ്ടിരുന്നാൽ നടക്കത്തില്ല. എല്ലാ പാർഷന്മാരും കരങ്ങൾ ആഞ്ഞടിച്ച് ദൈവത്തെ, എവരിബഡി കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിച്ചോണം. നിന്റെ ക്ഷീണം മാറാൻ പോകുക, ഒരുപാട് രോഗങ്ങൾ മാറാൻ പോകുക, കെട്ടുകൾ പൊട്ടാൻ പോകുക. നന്നായി കരമടിച്ച് പമ്പിങ് നടക്കട്ടെ, ബ്ലഡ് പമ്പിങ് നടക്കട്ടെ, സർക്കുലേഷൻ നടക്കട്ടെ. ആത്മാവിൽ ബലപ്പെട്ട് എല്ലാവരും ദൈവത്തെ ആരാധിച്ചോ. രോഗം മാറും, ക്ഷീണം മാറും, കെട്ടുകൾ പൊട്ടും, അഭിഷേകം മുഖങ്ങളെ തകർക്കും. അവർ 5 മിനിറ്റ് നേരത്തെ നമ്മൾ ഇഷ്ടത്തിൽ പാട്ട് പാടും കേട്ടോ. മോനെ പോവാണ്, ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇരി, നല്ലൊരു പാട്ടെടുത്ത് വെക്കുന്നു. സുല്ല എൻ്റെ സ്റ്റുഡൻ്റാണ്, എനിക്ക് എന്തും പറയാം. ഓക്കെ, ഓൾറൈറ്റ്. ഞാൻ ആ ഭാഗം വിടുന്നു. എന്നിട്ട് 2, ആരാധന അനുഭവമാണ്. യോഹന്നാൻ 4-ൽ ആരാധനയുടെ 6 വെളിപ്പാടുകൾ ഈശോ നൽകിയിട്ടുണ്ട്, 6 റെവലേഷൻസ്. അത് പ്രസംഗിക്കാൻ കൊള്ളാം. ഞാൻ ഇന്ന് 22-ാം വാക്യം നമ്മൾ വായിച്ച് കേട്ടല്ലോ, അത് മാത്രം അധികരിച്ചാണ് പറയുന്നത്. ആ കർത്താവ് യേശുവാണ് ലോകത്തിന് വലിയ വെളിപ്പാട് തന്നത്. കർത്താവ് പറയുന്നു, ശമരിക്കാർ സ്ത്രീയോടാണ് പറയുന്നത്, യെരുശലേമിലെ യഹൂദൻ്റെ ദേവാലയവും പിന്നെ ഗരസീം മലയിലെ സമരിറ്റൻസ് ദേവാലയവും കമ്പയർ ചെയ്ത് അവൾ ചോദിക്കുന്നു, ഏതാ ശരിയ ആരാധന, ആ മലയാണോ ഈ മലയാണോ? അപ്പം കർത്താവ് മലയെക്കുറിച്ച് പറഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞു, മലയല്ല പ്രധാനം, ദൈവത്തെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും അവനെ നമസ്കരിക്കുകയാണ്. അതൊരു തകർപ്പൻ വെളിപ്പാടാണ്. 22-ാം വാക്യമാണ് എനിക്കിപ്പോൾ വേണ്ടത്. അതിങ്ങനെയാണ്, സ്ത്രീയോട് സംസാരിച്ച് വരികയാണ്. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിശ്വാസത്തിൽ കുടുംബത്തിലെ ഒരാൾ വന്ന്, സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ, അച്ഛനാകട്ടെ മക്കളാകട്ടെ, വരുമ്പോൾ ബന്ധങ്ങൾ കുറയുകയല്ല, ബന്ധങ്ങൾ മുറുകുകയാണ്. ബന്ധനമല്ല, ബന്ധങ്ങൾ. നേരത്തെ അപ്പനും അമ്മയ്ക്കും കഞ്ഞി കൊടുക്കാത്തവൻ കൃപയിൽ വരുമ്പോൾ വിളിച്ച് ചാപ്പാട് കൊടുക്കണം, അതാണ് ദൈവകൃപ. അതുകൊണ്ട് ബന്ധങ്ങൾക്ക് അന്യതാബോധമില്ല. പക്ഷെ ഇടയ്ക്കെങ്കിലും ഒന്ന് പറയേണ്ടി വരും, ഞങ്ങൾ നിങ്ങളെന്ന്. വേറെ ഒന്നിനുമല്ല, നിങ്ങൾ ഇപ്പോഴും അറിയാത്തതിനെ നമസ്കരിക്കുമ്പോൾ ഞങ്ങൾ അറിയുന്നവനെ ആരാധിക്കുക. കരങ്ങളെ ഉയർത്തി എല്ലാവരും ഏറ്റു പറഞ്ഞാട്ട്, ഞങ്ങൾ ആരാധിക്കുന്നത് അജ്ഞതയിലല്ല, ചൊല്ലിക്കൂട്ടിയ വേദാന്തത്തിൻ്റെ ചരിവത ചരവണമല്ല, അതര ജൽപ്പനം അല്ല, ആവർത്തന വൈരസ്യം അല്ല, വ്യായാമ മുറ അല്ല, എണ്ണി തീർത്താമേനും പറഞ്ഞ് മടങ്ങുന്ന സുഖാനുഭൂതി അല്ല. സമുദായത്തിൻ്റെ സഭയുടെ മതിൽക്കെട്ടിനകത്ത് മധുബൈക്കിപ്പുറത്ത് ഒതുക്കുന്ന ഏർപ്പാട് ഞങ്ങൾ നിർത്തി. ഞങ്ങൾക്കായി അപേക്ഷിക്കണമെന്ന് പറയുന്ന പറച്ചിൽ ഞങ്ങൾ നിർത്തി. ഇപ്പം ഞങ്ങൾ ആരാധിക്കുന്നത് അനുഭവിക്കുന്നവനെ എല്ലാവരും കരമത്ത് സ്തുതിക്കട്ടെ. അനുഭവിക്കുന്നവനെ അനുഭവിക്കുന്നവനെ വേണം ഇന്ന് രാവിലെ ദൈവസഭ ആരാധിക്കേണ്ടത്. അതാണ് ആരാധന. പ്രിയപ്പെട്ടവരെ, ആരാധന ചിലർ വന്ന് ഒരു കണ്ണാടി പൊട്ടി, രണ്ടാമത്തേത് ചിലർ ഈ സഭായോഗത്തിനൊക്കെ ഇപ്പം വില്യം പാസ് അടക്കം സ്വല്പം ഒച്ച കൂടിയാൽ പഠിപ്പും പത്രാസും കാശും ഉള്ള ഇപ്പോഴത്തെ പെന്തക്കോസിന്, പണ്ട് കുഴപ്പമില്ലായിരുന്നു, പണ്ട് കാശില്ലാഞ്ഞുകൊണ്ടാണ്, കാശ് കൂടി വൈദേശിക ഭാവാഹാദികൾ വന്നു, പാൻസ് ഉടുപ്പുമായി വന്നു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ആരാധനയ്ക്ക് ക്ഷീണം വന്നിട്ടുണ്ട്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും കസേര പോലും ക്ഷീണമാണ്. ഞാൻ വേറെ പറയല്ല, പണ്ട് തറയിരുന്ന് ആരാധിച്ച ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ അനുഭവിച്ച ഞാൻ പറയുന്നു, കസേര തന്നെ ഒരു ബന്ധനമാണ്.
കൈയുള്ള കസേരയാണെങ്കിൽ പൊളിഞ്ഞു. സത്യം, എനിക്ക് പോലും ഇഷ്ടമില്ല. കൈയടിക്കാൻ മേലെ, ഞാൻ പിന്നെ പൊക്കി അടിക്കുന്നു. കസേര തെറ്റല്ല മക്കളെ. കസേര വന്നത് നിന്റെ ആരാധനയ്ക്ക് തളർച്ചയാണെങ്കിൽ കസേരയുടെ കാലൊടിച്ചിട്ട് ദൈവത്തെ ആരാധിക്കണം. ആമേ, ആമേ. ചില സഭായത്തിനൊക്കെ അമിട്ട് പൊട്ടുന്ന പോലെ ചില പുതിയ കക്ഷികൾ ഹല്ലേലൂയ പറയുമ്പം പഴമക്കാർ, ഇവിടുത്തെ സീനിയേഴ്സ്, ഏതാ നമ്മൾ പഴയ ആൾക്കാരല്ലേ, എന്തുവാടാ ഇവനൊരു വലിയ, ഞങ്ങളിത് എത്ര കേട്ടതാ, എന്താ ഒരു ഇളക്കം എന്നൊക്കെ ചോദിക്കുവേ. അതേ അനുഭവത്തിൻ്റെ കാര്യത്തില്ലാഞ്ഞിട്ടാ. പെന്തക്കോസ്ത് തിരുപ്പറിയുടെ ദോഷമാണ്. എന്ന കർത്താവ് തൊട്ടവൻ, മദ്യപാനം യേശു മാറ്റിയവൻ, വെറിക്കൂത്ത് മാറ്റിയവൻ, കുടുംബത്തിന്റെ അന്ധകാരം കർത്താവ് ഇടപെട്ട് മാറ്റിയവൻ, പട്ടിണി കർത്താവ് മാറ്റിയവൻ, ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം കൊച്ചു കൂരക്കകത്ത് ഉയർത്തിയ കർത്താവിനെ സ്തുതിക്കുമ്പോൾ അവൻ ആളെ നോക്കത്തില്ല, അരങ്ങ് നോക്കത്തില്ല, ലീഡറെ നോക്കത്തില്ല, അമ്പാരി നോക്കത്തില്ല. അവൻ ദൈവത്തെ ആരാധിക്കും. കരമടിച്ച് എല്ലാവരും അനുഭവമുള്ള എല്ലാവരും ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കുക. കരമടിച്ച് അനുഭവമുള്ള എല്ലാവരും ദൈവത്തെ ആരാധിക്കുക. യേശു തൊട്ടവർ ദൈവത്തെ ആരാധിക്കുക. യേശു സൗഖ്യമാക്കിയവരെ ദൈവത്തെ ആരാധിക്കുക. യേശു സംസാരിച്ചവരെ ദൈവത്തെ ആരാധിക്കുക. യേശു ഇടപെട്ടവരെ ദൈവത്തെ ആരാധിക്കുക. അവരാ ദൈവത്തെ ആരാധിക്കുക. Glory to God. സന്തോഷ തനിക്കും വേണേ കൈയടിക്കാൻ പോനെ. വീഡിയോഗ്രാഫി ആണെന്ന് ചുമ്മാ ഇരിക്കേണ്ട കാര്യമില്ല. സന്തോഷം എനിക്കറിയത്തില്ല. അമ്മ 1ാം ക്ലാസ് ദൈവദാസിയായിരുന്നു. അമ്മേ, ഈ KSRTC സ്റ്റാൻഡിൽ ഞാൻ വെളുപ്പിനെ വണ്ടി കയറുമ്പോൾ ലഹലേ കൊടുക്കും. 6 മണിക്ക് 5:30 മണിക്ക് അമ്മച്ചി മരിച്ചുപോയി. അതുകൊണ്ട് ആ പൈതൃകം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. കുറച്ചക്കളെല്ലാം കളഞ്ഞ് ദൈവത്തെ ആരാധിച്ചോണ്ട് ഇന്നല്ലേലും ഞായറാഴ്ച കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ദൈവത്തെ ആരാധിക്കണം. അനുഭവം ഉണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കും. അവർക്കാ അമിട്ട് പൊട്ടുന്നത്, അവരാ ബോംബ് വിസ്ഫോടനം നടത്തുന്നത്, അവരാ തൊണ്ട തുറക്കുന്നത്, അവരാരെയും കൂസാതെ ഏത് നെറ്റിയും ചുളിയട്ടെ, ഏത് കണ്ണും മിഴിക്കട്ടെ, നോ പ്രോബ്ലം, എനിക്ക് ദൈവത്തെ ആരാധിച്ചേ പറ്റൂ. ഹല്ലേലൂയ. കാരണം അനുഭവത്തിന്റെ കരുത്ത് എനിക്കുണ്ട്. എൻ്റെ കൊച്ചു വീട്ടിൽ യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. എൻ്റെ അന്ധകാര മൂലകളെ കർത്താവ് വർണ്ണാഭമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മുഖത്തെ ഗ്ലാനി മാറി, എൻ്റെ കാളിമ മാറി, എൻ്റെ മുഖത്തൊരു വെളിച്ചവും തെളിച്ചവും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കും. ഞാൻ വാക്കുകൾ നിർത്തുമ്പോൾ സമയം തീർന്നില്ലയോ? ഓക്കെ, ഞാൻ നിർത്തുക. 3ാമത്തെ പോയിന്റ് 4:24 വായിച്ച ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഫിലിപ്പിയർ 3:3 കൂടെ ചേർത്ത് വായിച്ചേ. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. കോണ്ടെക്സ്റ്റ് പഠിച്ചാൽ നല്ലതാണ്. ദേവദാസന്മാർക്കൊക്കെ അറിയാം. റോമൻ പൗരത്വം നിഷേധിക്കപ്പെട്ടവർ, യഹൂദ പാരമ്പര്യത്തിൽ ബന്ധമില്ലാത്തവർ, പരിച്ഛേദന എന്ന അഹങ്കാര വിഷയം അരികെക്കൂടെ പോലും പോകാത്ത, പുറജാതി വിജാതി എന്ന് മാത്രം അറിയുന്ന അവഗണിക്കപ്പെട്ട ഒരു മഹാസമൂഹത്തിൽ നിന്ന് കർത്താവിനെ സ്വീകരിക്കാൻ ലുദിയയുടെ വീട്ടിൽ ആരംഭിച്ച കൊച്ചു കൂട്ടായ്മ വളർന്ന് വികാസം പ്രാപിച്ച് പരന്ന് ത്രസിച്ചു വന്നപ്പോൾ ആ ആരാധനയിൽപ്പെട്ട കുറേ പുറജാതിക്കാര ദൈവമക്കളെ ഒന്നിച്ച് ദൈവത്തിൻ്റെ ദാസൻ യഹൂദ പെരുമയും ഉള്ളവന് അവരോട് പറഞ്ഞു, ഡോണ്ട് വറി, അവർക്ക് പലർക്കും ഉള്ളത് നിങ്ങൾക്കില്ല, ദാറ്റ്സ് ഓൾ റൈറ്റ്. പക്ഷെ അവർക്കാർക്കും ഇല്ലാത്ത ഒരു മഹത്വം നിങ്ങൾക്കുണ്ട്. നാമല്ലോ ദൈവത്തെ തൻ്റെ ആത്മാവിൽ കരമുയർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവർ. ഞാൻ ദൈവസഭയോട് പറയാം, അസംസ്കൃതങ്ങളിലെ എല്ലാ കമ്മിറ്റിക്കാരോടും പറയാം, ലോക്കൽ കമ്മിറ്റി സാബു നിങ്ങളടക്കമാണ് പറയുന്നത്, സകല കമ്മിറ്റിയോടും പറയാ, എല്ലാവരും അടിയന്തരമായിട്ട് അഭിഷേകം പ്രാപിച്ചോണം. സൂപ്രണ്ട് സാറൊക്കെ ഔദ്യോഗികമായിട്ട് പറയട്ടെ, ഞാൻ ആത്മീയമായിട്ട് പറയാ, എല്ലാവരും അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കണം. ഞാൻ പറയാറുണ്ട്, പെന്തക്കോസ്ത് ഒരു ബോർഡല്ല,
ഒരു ഹോർഡിംഗ് അല്ല, ഒരു ഫ്ലക്സ് അല്ല, ഒരു രജിസ്ട്രേഷൻ അല്ല, ഒരു സൊസൈറ്റി അല്ല, ഒരു ഓർഗനൈസേഷൻ അല്ല, ഒരു ഡിനോമിനേഷൻ അല്ല. പെന്തക്കോസ് ഒരു അനുഭവമാണ്. പെന്തക്കോസ് അകത്തെ ഒരു തിളപ്പാണ്. പെന്തക്കോസ് കണ്ട നാളത്തിന്റെ നിറവാണ്. പെന്തക്കോസ് ആർക്കും അടക്കാനാവാത്ത ഒരു അഗ്നിയാണ്. പെന്തക്കോസ് അഭിഷേകത്തിന്റെ ഭാഗ്യ പ്രദർശനമാണ്. പെന്തക്കോസ് അന്യഭാഷയാണ്. പെന്തക്കോസ് ആത്മനിറവാണ്. നാമല്ലോ പരിച്ഛേദനക്കാർ. ദൈവത്തെ തന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്ന ആളുകൾ വേണം. ഇന്ന് രാത്രി ദൈവത്തെ ഈ രാവിലെ ആരാധിക്കണം. ഞാൻ കർത്താവിന്റെ ദാസന്മാർ ചെറുപ്പക്കാർ ജയടക്കമുള്ള ആൾക്കാരിക്കുമ്പോൾ പറയുവാണ്, ദൈവദാസന്മാരെ നല്ല സ്പ്രിങ്ങേ നിന്നോണം സഭായോഗത്തിൽ. സുരേഷ്, ഭാഷ സുരേഷ്, ഞാൻ പണ്ട് വിളിച്ച പേരൊക്കെ വിളിക്കും, എൻ്റെ സ്റ്റുഡൻ്റ് സുരേഷ് പാസ്റ്റർ തലയാങ്കുളത്ത് എത്ര പേരുണ്ടെന്ന് എനിക്ക് വിഷയമില്ല. പാസ്റ്റർ ആത്മാവിൽ സ്പ്രിങ്ങിൽ നിന്ന് കുതിച്ചോണം. ജനം വരുന്നോ വരുന്നില്ലയോ നോ പ്രോബ്ലം. നമ്മൾ പ്രാർത്ഥിച്ച് ആത്മാവിൽ ചൊലിച്ച് ദൈവത്തെ ആരാധിക്കുക. അസംസക്ക് കൊണ്ട് ബോർഡ് വെച്ച എല്ലാ ചർച്ചിനകത്തും കമ്മിറ്റി മീറ്റിംഗ് ഇല്ലെങ്കിലും ആദ്യവല കച്ചേരി ഇല്ലെങ്കിലും ആത്മാവിൽ ആരാധിച്ചിരിക്കണം. കരമ്പുറത്ത് എല്ലാവരും സമർപ്പിച്ചാട്. ആമേ. ഞാൻ നരിക്കൽ സഭയുടെ കാര്യം ഓർക്കാലും ഇവിടെ കല്യാണം കുറേ നടത്തിയതാണ്ട്. ഒരു ഓഡിറ്റോറിയമില്ലേ ജെയിംസ് കുട്ടി, ആ പള്ളിയുടെ അവിടെ റീത്തും എല്ലാ ഏർപ്പാടും ഉണ്ട്. തൊട്ടുകൊണ്ട് നമുക്കടുത്ത് സമസ്ത ഏർപ്പാടും ഉണ്ട്. അതിനകത്ത് നരിക്കലേ, ഞാൻ ഉദാഹരണം പറഞ്ഞ ജെയിംസ് കുട്ടിയൊക്കെ നരിക്കലേജിയെ ദൈവം ഒന്ന് ബോർഡ് മാറ്റി വെക്കാൻ വേണ്ടി ആ റോഡ് സൈഡിൽ ആക്കി വെച്ചെങ്കിൽ അതിനകത്ത് പെന്തക്കോസ്ത് ഉയർന്നേ പറ്റൂ. ആത്മനിറവ് വെളിപ്പെട്ടേ പറ്റൂ. അഭിഷേക ജനം അനുഭവിച്ചേ പറ്റൂ. ആരെ നോക്കേണ്ട സഹോദരിമാരെ, സിസ്റ്റേഴ്സൊക്കെ ആരാധിക്കുമ്പോൾ ചിലപ്പോൾ പേടിയുണ്ട്. ഡോണ്ട് വെറി. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ എല്ലാവരും കണ്ണടച്ചിരിക്കാൻ പറയുന്നത് ആരെ നോക്കാതിരിക്കാനാ. നോക്കിയാൽ പേടിച്ചു. അതുകൊണ്ട് എല്ലാവരും കണ്ണടച്ചിരുന്ന് ശക്തമായി ദൈവത്തെ ആരാധിച്ചോളാം. നിങ്ങളുടെ അകത്ത് അഭിഷേകത്തിന് തുടിപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ആത്മാവിനെ പാനം ചെയ്തവരാണെങ്കിൽ, നിങ്ങളുടെ ആദരത്തിൽ ഒരിക്കൽ അന്യഭാഷ ഉണ്ടെങ്കിൽ ആർക്കാനും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് പറയാനല്ല ദൈവം നമ്മെ ഏൽപ്പിച്ചത്. നാട്ടാർക്ക് ഇഷ്ടപ്പെട്ടാലും അല്ലെങ്കിലും അയൽക്കാരനായി സമുദായക്കാരന് ചെവി വട്ടം പിടിച്ചാലും നോ പ്രോബ്ലം. ഇത് പെന്തക്കോസ്താണ്. ഇത് പെന്തക്കോസ്താണ്. പെന്തക്കോസ്തിൽ പരിശുദ്ധാത്മ നിറവ്. എല്ലാവരും കരം പിടിച്ച് ആരാധിച്ചോട്ട്. എല്ലാവരും ആത്മാവിൽ എല്ലാവരും ശക്തമായി അഭിഷേകത്തോടെ ആത്മനിറവിൽ അന്യഭാഷയിൽ എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്ട്. എല്ലാവരും ദൈവത്തെ അഭിഷേകത്തിൽ ആരാധിക്കാം, അന്യഭാഷയിൽ ആരാധിക്കാം, ആത്മനിറവിൽ എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്ട്. ദയവായി എഴുന്നേൽക്കാം. പ്ലീസ് സ്റ്റാൻഡ് അപ്പ് വിത്ത് മീ എവരിബഡി. എഴുന്നേൽക്കാവുന്ന എല്ലാവരും എഴുന്നേറ്റാട്ട്. ഞാൻ 12:00 നിർത്താം. 5 മിനിറ്റ് നേരത്തെ നിർത്തിയിരിക്കുകയാണ് ആരാധനയ്ക്ക് വേണ്ടി. അപ്പോൾ ആരാധനയാണ് നമ്പർ 1 പ്രയോറിറ്റി. എല്ലാവർക്കും അറിയാവുന്ന പാട്ടല്ലേ മോനെ? ആ പാട്ട് ചേർന്ന് പാടും. എല്ലാവരും ശക്തമായി പാടി. എല്ലാ കരങ്ങൾ അടിക്കണം. പ്രിയരെ, ഞാൻ പിന്നെയും പറയാ, കരത്തിൻ്റെ കോച്ചും കൊളുത്തിപ്പിടിയും ഒക്കെ മാറും. നീ നന്നായി കൈയടിച്ച് ദൈവത്തെ ആരാധിച്ച. നിങ്ങളുടെ അകത്ത് ആരാധിക്കാൻ ഒരു താല്പര്യമുണ്ടെങ്കിൽ അതിനുമേൽ ദൈവം പ്രവർത്തിക്കും. നിന്റെ ക്ഷീണങ്ങൾ ദൈവം മാറ്റാൻ പോകുകയാണ്. എല്ലാവരും കരമടിച്ച് വായ തുറന്ന് എല്ലാവർക്കും അറിയാവുന്ന ഈ പഴയ പാട്ട് ശക്തമായി ചേർന്ന് പാടി നമ്മുടെ മീറ്റിംഗ് ലാസ്റ്റ് സെഷനിൽ ഒരു ശക്തമായ ആരാധന ഇന്ന് രാവിലെ ഉയരട്ടെ. എവരിബഡി സിംഗ്. Everybody, glory, glory, glory. ആരാധനയ്ക്കു യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്നെ പാണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്നെ പാണിയാൽ പിടിച്ചെടുത്തു. പാവന നീണം തന്നു
പോലെ നിന്റെ സന്നിധാനത്തിൽ നിൻ മക്കൾ കൂടിയിടുമ്പോ വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനത്തിൽ നിൻ മക്കൾ കൂടിയിടുമ്പോ മധ്യേ വന്നാനുഗ്രഹം ചെയ്തിടാമെന്നൂര മധ്യേ വന്നാനുഗ്രഹം ചെയ്തിടാമെന്നൂര ചെയ്തവൻ നീ മാത്രമേ എന്നാളും ആത്മാവിൽ ആരാധിക്കാം ചെയ്തവൻ നീ മാത്രമേ എന്നാളും ആത്മാവിൽ ആരാധിക്കാം ആരാധനയ്ക്ക് യോഗ്യമേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല അന്യഭാഷകളില് എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. നൂറ്റാണ്ടിൽ നിന്ദാസ് പർവ്വതത്തിൻ മാളികയിൽ നൂറ്റാണ്ടിൽ നിന്ദാസ് പർവ്വതത്തിൻ മാളികയിൽ നിന്നാവി പകർന്നപ്പോ നിന്ദാസർ മധ്യത്തിൽ നിന്നാവി പകർന്നപ്പോ നിന്ദാസർ മധ്യത്തിൽ നിൻ ശക്തിയായ ജീവ അങ്ങേ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും നിൻ ശക്തിയായ ജീവ ആരാധനയ്ക്ക് യോഗ്യനേ അങ്ങേ ആരാധിച്ചിടുന്നിതാ ആരാധനയ്ക്ക് യോഗ്യനേ അങ്ങേ ഓരോ മോശ കണ്ട ഉൾപ്പടപ്പിൽ കത്തിയതാമക്കിയേ ഓരോ മോശ കണ്ട കത്തിയത